നമസ്തേ ബച്ചോ, എക്സൽ അക്കാദമി പാർട്ട് 8 ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ അശ്വിൻ. കൂട്ടുകാരെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു അതിവിദ്യവാചന ചാപ്റ്റർ ആണ്, ബണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ ഹിന്ദി ആധുനിക കഥാകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള മന്നു ഭണ്ഡാരിയുടെ ആപ്ക ബണ്ടി എന്ന നോവലിലെ ഏതാനും ഭാഗങ്ങളാണ് ഈ ഉപന്യാസിക അംശരൂപത്തിൽ ബണ്ടി എന്ന ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ബണ്ടി എന്ന് പറയുന്നത് ആരാണ്? വിവാഹബന്ധം വേർപ്പെടുത്തിയ ദമ്പതിമാരുടെ ഏക മകനാണ് ഈ ബണ്ടി എന്നുള്ള കുട്ടി. കോളേജ് ലെക്ചറായിട്ടുള്ള അമ്മയുടെ കൂടെ താമസിക്കുന്ന ബണ്ടിയുടെ വിചാരങ്ങളെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിർത്തിവാചന, അതായത് നമുക്കിത് ചുമ്മാ ഒന്ന് വായിച്ചാൽ മാത്രം മതി. നമുക്ക് ഇതിലെ എക്സാമിൽ ഇതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും വരില്ല. അപ്പം എന്താണ്, നമുക്കിത് വായിക്കണം നിർബന്ധമായിട്ട്. ഇത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് വേഗത്തിൽ നമുക്കിത് ഈ ഭാഗം ഒന്ന് കവർ ചെയ്യാം. ഈ ചാപ്റ്റർ വായിച്ചതിന് ശേഷം എനിക്ക് അയച്ചു തരണം, ആരൊക്കെയാണ് വായിച്ചത് എന്നുള്ളത് പേര് നമുക്ക് അയച്ചു തരണം ഈ അവസാനം. मम्मी ड्रेसिंग टेबल के सामने बैठी तैयार हो रही है. बंडी पीछे गधा चुपचाप देख रहा है. मम्मी जब भी कॉलेज जाने के लिए तैयार होती है, बंडी बड़े कौतूहल से देखता है. जान तो वह आज तक नहीं पाया, पर उसे हमेशा लगता है कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, छोटी बड़ी टिबियों में जरूर कोई जादू है कि मम्मी इन सब को लगाने के बाद एकदम बदल जाती है. कम से कम बंडी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और ही हो गई. കഥാഭാഗത്ത് പറയാണ്, മമ്മി ഡ്രസ്സിംഗ് ടേബിളിന്റെ മുമ്പിലിരുന്ന്, ബണ്ടിയുടെ മമ്മി കോളേജിൽ പോകാൻ വേണ്ടി തയ്യാറായി ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിലിരുന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബണ്ടി പുറകിൽ നിന്നും ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. മമ്മി എപ്പോഴൊക്കെയാണോ കോളേജിൽ പോകാൻ തയ്യാറെടുക്കുന്നുവോ അപ്പോഴൊക്കെ ബണ്ടി വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, ഡ്രസ്സിംഗ് ടേബിളിന്റെ ആ ബഹുവർണ്ണ കണ്ണാടികളിൽ ചെറുതും വലുതുമായുള്ള ഡപ്പകളിൽ തീർച്ചയായും എന്തോ മാന്ത്രികതയുണ്ട് അല്ലേ. അതൊന്ന് പറഞ്ഞിട്ടല്ലോ അതായത് നമ്മളോട്. എന്തെന്നാൽ ഇതെല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അവൻ്റെ അമ്മ ഇപ്പോൾ അവൻ്റെയല്ല, മറ്റാരോ ആയിരുന്നു എന്ന് തോന്നിപ്പോകും. നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ടെൻഷനും കൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ പോകുന്നത് അല്ല. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളായിരിക്കും. പക്ഷെ വീട്ടിലുള്ള ആ ഒരു സ്വഭാവം ആയിരിക്കില്ല നമ്മളിൽ പലപ്പോഴും. അപ്പോൾ അത് ബണ്ടിക്ക് തോന്നുന്ന ഒരു सिचुएशन ആണ് ഇവിടെ പറഞ്ഞത്. पूरी तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटा धूप में बाहर नहीं निकलता है. फिर फूफी को आदेश दिया, बंडी जो गाए वही बनाना. एकदम बंडी की मर्जी का गाना समझी. നന്നായി ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം മമ്മി കയ്യിൽ പേഴ്സുമായി ബണ്ടിയോട് പറഞ്ഞ്, മോനെ നോക്ക്, വെയിലത്ത് ഇറങ്ങി കളിക്കരുത് കേട്ടോ. പിന്നീട് ഫൂഫിയോട് ആജ്ഞാപിക്കുകയാണ് ഉണ്ടായത്. ബണ്ടി എന്താണ് തിന്നുന്നത് എന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ എന്നുള്ള ചോദ്യം കൂടി ഫൂഫിയോട് അമ്മ ചോദിക്കുകയാണ്. പെഹലെ മമ്മി ने उसका गाल दपदपाया, बालों में उंगलियां फांस कर बड़े प्यार से बाल झिंझोड़ दिया. पर बंडी जैसे भूत बना गड़ा रहा. वह पकड़कर झूला नहीं, किसी चीज की फरमाइश नहीं की. मम्मी ने खींचकर उसे अपने पास सटा लिया, पर एकदम चिपकर भी बंडी को लगा जैसे मम्मी उससे बहुत दूर है. और फिर वे सचमुच ही दूर हो गई. उनकी चप्पल की गड़गड़ा जब बरामदे की सीटियों पर पहुंची तो बंडी कमरे के दरवाजे पर आकर गड़ा हो गया. പോകുന്നതിന് മുൻപ് തന്നെ മമ്മി അവൻ്റെ കവിളിൽ തലോടി വിരലുകൾ കൊണ്ട് സ്നേഹത്തോടെ മുടിയൊന്ന് ഒതുക്കി വെച്ചു. എന്നാൽ ബണ്ടി ഒന്നും മിണ്ടാതെ നിന്നു. കയ്യിൽ പിടിച്ച് തൂങ്ങാതെ, ഒരു സാധനവും വേണം എന്ന് പറയാതെ മമ്മി അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് മമ്മി തന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് അവന് തോന്നി. പിന്നെ അവൻ ശരിക്കും അകന്നുപോയി. മമ്മിയുടെ ചെരുപ്പിൻ്റെ ശബ്ദം വരാന്തയിലൂടെ പടവുകളിൽ എത്തിയപ്പോഴേക്ക് ബണ്ടി മുറിയുടെ വാതിൽ നിന്ന് അടുത്തേക്ക് വന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു കുട്ടി, നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ കുട്ടി വഴിയിൽ വന്നിട്ട് അമ്മ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയും അവസാനം പോകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ, ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. കാരണം ബണ്ടിക്കറിയാം അമ്മ വേറെ ഏതോ രൂപത്തിലാണ്, തൻ്റേതായിട്ടുള്ള അമ്മേൻ്റെ ആ ഒരു സ്നേഹം ഒന്നും തനിക്ക് കിട്ടുന്നില്ല എന്നൊരു രീതിയിലാണ് ബണ്ടി ഈ ഒരു അമ്മയെ നോക്കി കാണുന്നത്.
അമ്മ ഇവിടെ ചെയ്യുന്നത് എന്താ, അമ്മേൻ്റെ കടമ മാത്രം അല്ലേ, വേറെ കൂടുതലായിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ബണ്ടി മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം വേലക്കാരി ആയിരിക്കാം, ചിലപ്പം കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനവൻ്റെ കാര്യങ്ങൾ. ബാക്കി അമ്മ എന്താ രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്ന ആ രീതിയിലേക്കുള്ള ജീവിതം ആയിട്ടാണ് ഇവിടെ ചുരുങ്ങി പോകുന്നത്. और मम्मी जब फाटक गोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंडी दौड़कर अपने घर के फाटक पर गड़ा हो गया, सिर्फ दूर जाती हुई मम्मी को देखने के लिए। वह जानते ही मम्मी अब पीछे मुड़कर नहीं देखेंगी. പിന്നെ ഗേറ്റ് തുറന്ന് റോഡ് കടന്ന് വീടിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിലേക്ക് പോയപ്പോൾ ബണ്ടി ഓടിപ്പോയി തൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്നു. ദൂരേക്ക് പോകുന്ന മമ്മിയെ കാണാൻ വേണ്ടിയായിരുന്നു അവൻ നിന്നത്. അവനറിയാം മമ്മി ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. തപ്പേ ദുലെ കദം രഹത്തി ഹുയി സീതി ചൽത്തി ചലി ജായേങ്കി, ജൈസെ ഹി അപ്പനെ കമരെ കെ സാമനെ പहुंचेंगी. चपरासी सलाम टोकता हुआ दौड़ेगा और चिक उड़ाएगा. मम्मी अंदर घुसेंगी और एक बड़ी सी मेज के पीछे रेगी कुर्सी पर बैठ जाएंगी. मेज पर ढेर सारी चिट्ठियाँ होगी, फाइल होगी. उस समय तब मम्मी एकदम बदल चुकी होगी. कम से कम बंडी को उस कुर्सी पर बैठी मम्मी कभी अच्छी नहीं लगी. മമ്മി കോളേജിലേക്ക് പോകുമ്പം അവനറിയാം അല്ലേ, ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്ന്. അളന്നു കുറിച്ച കാൽവെപ്പുകളോടെ നേരെ നോക്കി പോകുമെന്ന് ബണ്ടിക്ക് അറിയാമായിരുന്നു. അതേപോലെ തൻ്റെ മുറിക്കടുത്ത് എത്തുമ്പോൾ പിയൂൺ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓടിയെത്തും. മമ്മി അകത്തു കയറി വലിയ മേശയുടെ പുറകിലുള്ള കസേരയിൽ ഇരിക്കും. മേശപ്പുറത്ത് ധാരാളം കത്തുകളും ഫയലുകളും ഉണ്ടാകും. അപ്പോഴേക്കും മമ്മി തികച്ചും മാറിയിട്ടുണ്ടാവും. ബണ്ടിക്ക് മമ്മി ആ കസേരയിൽ ഇരിക്കുന്നത് ഒരിക്കലും നന്നായി തോന്നിയിരുന്നില്ല. കാരണം ബണ്ടി ആഗ്രഹിക്കുന്ന അമ്മ എങ്ങനെയാണ്, വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും പെരുമാറുന്ന ഒരു അമ്മയായിരിക്കും. പക്ഷേ ഇവിടെ ഓഫീസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കോളേജിൻ്റെ ഡ്യൂട്ടിയിലിരിക്കുന്ന ആ അമ്മ അമ്മേൻ്റെ ജോലിയിലാണ് ഏർപ്പെടുന്നത്. അത് ബണ്ടിക്ക് തീരെ ഇല്ലാത്തൊരു കാര്യം ആയിരുന്നു എന്നാണ്. പഹലെ ജബ് കബി ഉസ്കി छुट्टी होती और मम्मी की नहीं होती, मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी. चपरासी उसे देखते ही गोद में उड़ाने लगा था तो वह हाथ झड़क देता. മുൻപൊക്കെ അവന് അവധിയായിരിക്കുന്ന സമയത്ത് മമ്മി അവനെയും കൊണ്ട് കോളേജിൽ പോകുമായിരുന്നു അല്ലേ. പിയൂൺ അവനെ മടിയിലിരുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ കൈകൾ തള്ളി മാറ്റിയിരുന്നു എന്നാണ് പറഞ്ഞത്. मम्मी के कमरे के एक कोन में ही उसके लिए एक छोटी सी मेज कुर्सी लगवा दी जाती, जिस पर बैठकर वह ड्राइंग बनाया करता. മമ്മി എന്താ ചെയ്യുക, മമ്മിയുടെ മുറിയിൽ ഒരു മൂലയിൽ അവന് വേണ്ടി ഒരു ചെറിയ മേശയും കസാരയും ഇടും. അതിലിരുന്ന് അവൻ പടം വരയ്ക്കുമായിരുന്നു. കമരെ മേ കോയി ഗുസ്ത तो एक बार हाथी लपेट कर आंगो ही आंगो में जरूर उसे दुलरा देता. तब वह मम्मी की ओर देखता, पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है. लगता है माने अपने असली चेहरे पर कोई दूसरा चेहरा लगा लिया है. ആ മുറിയിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ ഒരു തവണ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ കൊണ്ട് ലാളിക്കും. അപ്പോൾ അവൻ മമ്മിയെ നോക്കും. എന്നാൽ ആ കസാലയിലിരുന്ന് മമ്മിയുടെ മുഖം അവന് വിചിത്രമായി തോന്നിയിരുന്നു. യഥാർത്ഥ മുഖത്ത് മറ്റൊരു മുഖം എടുത്തു വെച്ചതുപോലെ. അതെ, മമ്മിക്ക് തീർച്ചയായും മറ്റൊരു മുഖമുണ്ട് അല്ലേ. ചെഹര നഹി ആവാസ് ബി കൈസി സഖ്ത് ഹോ ജാതി ഹേ, बोलते हैं तो लगता है जैसे टाड़ रही हो. बंडी को मम्मी बहुत ही कम टाड़ती है, बस प्यार करती है इसलिए यो सख्त चेहरा टाड़ती. प्रिंसिपल की कुर्सी पर बैठी मम्मी उसे कभी अच्छी लगती है. മുഖം മാത്രമല്ല ശബ്ദവും എത്രയോ തീവ്രമാണ് അല്ലേ. സംസാരിക്കുന്നത് കേട്ടാൽ ശകാരിക്കുന്ന, അതായത് ചീത്ത പറയുന്നതായിട്ട് മാത്രമേ തോന്നുള്ളൂ. ആ രീതിയിലുള്ള സംസാരമാണ്. ബണ്ടിയെ മമ്മി വളരെ കുറച്ച് മാത്രമേ ശകാരിച്ചിട്ടുള്ളൂ, ചീത്ത പറഞ്ഞിട്ടുള്ളൂ.
അത് അവനെ ആവുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് അവൻ വിചാരിക്കുന്നത്. പ്രിൻസിപ്പളിൻ്റെ കസാലയിൽ ഇരിക്കുന്ന സമയത്ത് മമ്മിയെ അവന് ഒരിക്കലും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. वहाँ उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती है. मम्मी का नकली चेहरा, कॉलेज की बड़ी सी बिल्डिंग, कॉलेज की टेर सारी लड़कियाँ, कॉलेज के टेर से सारे काम, दौड़ी दौड़ी दर में बजने वाले घड़े, घड़ा बजने पर होने वाली हलचल. അവിടെ അവനും മമ്മിക്കുമിടയിൽ ഒരുപാട് കാര്യങ്ങൾ വരുമായിരുന്നു. മമ്മിയുടെ യഥാർത്ഥമല്ലാത്ത മുഖം, കോളേജിൻ്റെ വലിയ കെട്ടിടങ്ങൾ, കോളേജിലെ പെൺകുട്ടികൾ, അവിടുത്തെ എണ്ണമറ്റ ജോലികൾ, ഇടയ്ക്കിടെ മുഴങ്ങുന്ന ബെല്ലുകൾ, ബെല്ലടിക്കുമ്പോൾ മുഴങ്ങുന്ന ആരവങ്ങൾ. ഇൻ സബ് കെ ഏക് സിരെ പർ വഹ് രഹതാ ഹെ ചുപ്ചാപ്പ് सहमासा और दूसरे पर मम्मी रहती है. किसी को आदेश देती है हुई, किसी के साथ सलाह मशवरा करती हुई, किसी को डांटती हुई, और इसलिए उसने कॉलेज जाना छोड़ दिया. घर में चाहे वह अकेला रहे पर वहाँ नहीं जाता. वहाँ किसके पास जाए? മിണ്ടാതെ മറ്റൊരു വശത്ത് ഇരിക്കുന്ന മമ്മി ചിലർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, ചിലരുടെ ആജ്ഞാപിക്കുന്നു, ചിലരെ വഴക്ക് പറയുന്നത് കൊണ്ട് അതിനാൽ അവൻ കോളേജിൽ പോകുന്ന പരിപാടി നിർത്തി അല്ലേ. ഇപ്പം വീട്ടിൽ തനിച്ചായാലും കോളേജിലേക്ക് പോകാറില്ല. അവിടെ ആരെടുത്ത് പോകാനാ, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഡ്രോയിങ് ചെയ്യുക അല്ലേ. അതുകൊണ്ട് വീട്ടിലിരിക്കാൻ ബെറ്റർ എന്നാണ് ബണ്ടിക്ക് തോന്നുന്നത്. മമ്മി തോ വഹാം രഹത്തി നഹി, രഹത്തി ഹെ ബസ് ഏക് പ്രിൻസിപ്പൽ जिनके चारों ओर बहुत सारे काम, बहुत सारे लोग रहते हैं. नहीं रहता है तो केवल बंडी. മമ്മിയാണെങ്കിൽ അവിടെയില്ല, അവിടെയുള്ളത് പ്രിൻസിപ്പൾ മാത്രം. അതെ, അവൻ്റെ മനസ്സിലുള്ള അമ്മ അവിടെ അല്ലാത്തത് കൊണ്ടാണ് അവിടെ മമ്മി എത്തുന്ന സമയത്ത് പ്രിൻസിപ്പൾ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. കേവലം ഒരു പ്രിൻസിപ്പളിൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ആ അമ്മ അവിടെ ചെയ്യുന്നത്. അവരുടെ ചുറ്റും വളരെയധികം ആളുകൾ നിൽക്കുന്നു, വളരെയധികം ജോലികൾ. അവിടെ അല്ലാത്തത് ബണ്ടി മാത്രമാണ് അവിടെ ഇല്ലാത്തത്, ബാക്കിയെല്ലാം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സ്റ്റോറിയിൽ ബണ്ടി ആഗ്രഹിക്കുന്ന ഒരു അമ്മയല്ല അവിടെ കിട്ടുന്നത്. ബണ്ടി ഇവിടെ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള അമ്മ അമ്മേൻ്റെ ഡ്യൂട്ടി ചെയ്തു പോകുന്നുണ്ട് അല്ലേ. ആ രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് ഈ ബണ്ടി എന്ന ഇതിൽ പഠിക്കാനുള്ളത്. സാധാരണ നമുക്ക് ഈ സ്റ്റോറി എവിടെയും സ്കൂളിലൊന്നും എടുക്കാറില്ല, അതിരിത്ത് വാചന ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കാനുള്ള കാരണം, ഇത് നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ നിങ്ങൾ ഡിഗ്രി PG ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറി നിങ്ങൾക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് എടുത്തത്. അത് ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് വായിക്കണം. എന്നിട്ട് അതിലെനിക്ക് വായിച്ചതായിട്ട് രക്ഷിതാവിൻ്റെ സൈന് ഇട്ട് തരണം. അതായത് എൻ്റെ മകൾ വായിച്ചിട്ടുണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയൊരു ടൈപ്പിങ്ങിൽ എഴുതിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം.